അങ്ങനെ 3 തവണ ശബ്ദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങളുടെ നേർച്ച ഫലിക്കും. അല്ല, 3 തവണ ശബ്ദിച്ചില്ലെങ്കിലോ? 3 തവണ ശബ്ദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ നിർവൃത്തിക്ക് തടസ്സമുണ്ടെന്നും അത് നേടിയെടുക്കാൻ കാലതാമസമുണ്ടെന്നും അർത്ഥം. ദൈവമേ, ഞാൻ മണിയടിക്കുമ്പോ 3 പ്രാവശ്യം ശബ്ദിക്കണേ. ആ കാണുന്നതാണ് മണി. അതെ, അവരിവിടെ എത്തി. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? സുശീലാന്റിക്ക് ഈ മണി കാണാൻ ഒരു വ്യഗ്രത. അതാ ഞാൻ ആന്റിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. അല്ല, ജാസ്മിൻ മണിയടിച്ച് നേർച്ച നടത്തുന്നില്ലേ? എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് മണിയടിച്ച് നോക്ക്. ഞാനെന്തിനാ ഗാർഗിയെ മണിയടിക്കുന്നേ? പാർവതി മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് മണി അടിച്ചാൽ തന്നെ എന്റെ ആഗ്രഹം നടക്കും. അതെങ്ങനെയാ പാർവതി മണിയടിച്ചാൽ നിന്റെ ആഗ്രഹം സാധിക്കുന്നത്? അല്ല, പാർവതി നമ്മുടെ കുടുംബ നന്മയെ ഉദ്ദേശിച്ചല്ലേ ജീവിക്കുന്നതും നേർച്ചകൾ നേരുന്നതും ഒക്കെ. അപ്പോ അതിന്റെ ഗുണം എനിക്കിവിടെ ഉണ്ടാവില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേ ആന്റി? അതെ അതെ. അതിനെ നീ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലല്ലോ. ഗാർഗി, എന്തിനാ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ ഈ തരത്തിലൊരു വർത്തമാനം? പാർവതി നേർച്ച നടത്തട്ടെ അല്ലേ ഋഷ്? ആ അതെ അതെ, നേർച്ച നടക്കട്ടെ. പാർവതി, നീ ഇതൊന്നും കാര്യാക്കണ്ട. നിന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചേ നീ മണിയടിച്ചു. വിശാൽ സർ, എന്റെ കൈകൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ മരണമെന്ന് അഘോരി സ്വാമികൾ പ്രവചിച്ചത്. ആ പ്രവചനം നടക്കാൻ പാടില്ല. എന്റെ കൈകൊണ്ട് ഒരാപത്തും വിശാൽ സാറിനുണ്ടാവാൻ പാടില്ല. ജീവിതാന്ത്യം വരെ വിശാൽ സാറിനെ സംരക്ഷിക്കേണ്ടവളാണ് ഞാൻ. ആ എന്നെ കൊണ്ട് ഒരു പാപവും ചെയ്യിക്കരുതേ ഭഗവാനെ. ഈ കാലദോഷത്തിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കണേ. അയ്യോ, പാറു മണിയടിക്കാൻ പോകുന്നു. മണിയടിച്ചാൽ പാറുവിന് ഷോക്ക് അടിക്കും. എങ്ങനെയെങ്കിലും ഇത് തടയണം. മുത്തശ്ശോ, ഈ കിളവ ഇതോടെ പോയി കിടക്കുക. ഈശ്വര, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആകെ കുഴഞ്ഞല്ലോ. എന്ത് ചെയ്യും? ആ വെക്കും താടിയും കണ്ട എന്റെ എല്ലാ കളിയും പൊളിയുമല്ലോ. മുത്തശ്ശ ഇതിനകത്തുണ്ടായിരുന്നു. ആരാ? പ്രതാപനാണോ? മുത്തശ്ശൻ കുളിക്കുമായിരുന്നു അല്ലേ? അതെ. എന്താ പ്രതാപ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. അതെ, മുത്തശ്ശന്റെ അനക്കൊന്നും കേൾക്കാത്തോണ്ട് ഞാനൊന്ന് അന്വേഷിച്ചു വന്നതാ. എങ്ങനെ ഇവന്റെ കണ്ണു വെട്ടിക്കും? എങ്ങനെ ഇവനെ പുറത്താക്കും? ഈശ്വര, ഒരു വഴി കാണിച്ചു തരണേ. പ്രതാപ,
അവിടെ ഒരു ബാഗില് എന്റെ ഒരു മുണ്ടിരിപ്പുണ്ട്, അതൊന്ന് എടുത്ത് തരുവോ? ഓ, ഒന്ന് എടുത്ത് തരുവോ? ശരി, എടുത്തുതരാം. ഇയാളെന്താ അവിടെ പോയി? മുത്തശ്ശ, ദേ വരുന്നു. ആഹാ, വീണ്ടും അതിന്റെ ഉള്ളിൽ കയറിയോ? ഞാന് ആ ടവലൊന്ന് പിഴിഞ്ഞ് വിരിക്കാൻ പോയതാ. മുണ്ടിങ്ങി തന്നേക്ക് പ്രതാപ. ഇപ്പോഴും സംശയം മാറ്റാൻ പറ്റുന്നില്ലല്ലോ. പ്രതാപ, ഓ, വേറെ വല്ല ആവശ്യം വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ലേ. മുത്തശ്ശൻ വേഷം മാറിക്കോ, ഞാൻ പോവാ. ഓ, ഒരുവിധം രക്ഷപ്പെട്ടു. അടിക്കടി അടിക്ക്. മണി അടിക്കുന്നതോടെ നീ ചാകും. മണിയടിക്കണം, മണിയടിക്കണം, മണിയടിക്കണം. ഏയ്! നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റോ? തത്ത സംസാരിക്കുന്നോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടുണ്ടുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ താത്തേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ദേ അവിടെ പോയി ആ വയറെടുത്ത് മാറ്റാൻ പറ്റോ? ഞാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. നിനക്കതിന് പറ്റോ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റോ? ഇല്ലെങ്കിൽ ആ പാവം പാറ ഷോക്കേറ്റ് മരിക്കും. പെട്ടെന്ന് അതൊന്ന് എടുത്തു മാറ്റണം. മാറ്റാം, ഇപ്പൊ തന്നെ എടുത്ത് മാറ്റാം. അയ്യോ, പാർവതി, മണി 2 പ്രാവശ്യം ശബ്ദിച്ചല്ലോ. അപ്പോ പാർവതി മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കുമല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടെ മണി ശബ്ദിച്ചാ മതിയല്ലോ. പൗർണമി ദേവി, എന്റെ വിശാൽ സാറിന് ആപത്തൊന്നും വരില്ലെന്നാണല്ലോ ഇതിനർത്ഥം. ഒരു പ്രാവശ്യം കൂടി മണി മുഴങ്ങണേ. ആന്റി, 2 പ്രാവശ്യം മണിയടിച്ചിട്ടും ഈ പാർവതിക്ക് ഷോ കേട്ടില്ലല്ലോ. ഇത് പറ്റി? മണി 3 പ്രാവശ്യം ശബ്ദിച്ച സ്ഥിതിക്ക് പാർവതിയുടെ ആഗ്രഹം സഫലമാവും. അത് സഫലമാകണം, സഫലമായേ തീരും.
അത് കണക്കിലെടുക്കാനൊന്നും പറ്റത്തില്ല. മൂന്നാമത്തെ പ്രാവശ്യം മണി മുഴങ്ങിയത് തത്ത തട്ടിവിട്ടതുകൊണ്ടല്ലേ? അപ്പൊ പാർവതിയുടെ നേർച്ചയ്ക്ക് ഫലം ഉണ്ടാവില്ല അല്ലേ? ഇല്ലെന്നേ. എന്റെ പ്രാർത്ഥന ഇനി സഫലമാവില്ലേ വിശാൽ സർ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ മണി 3 പ്രാവശ്യം ശബ്ദിക്കണമെന്നേ ഉള്ളൂ. ആ തിരുമേനി അങ്ങനെയല്ലേ പറഞ്ഞത്? അതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആവാം. തത്ത തട്ടിവിട്ടിട്ടായാലും മണി മുഴങ്ങിയത് പൗർണമി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും പാർവതിയുടെ നേർച്ച ഫലിക്കുക തന്നെ ചെയ്യും. ജാസ്മിൻ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഏയ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് മണി അടിക്കണമെന്നുമില്ല. ജാസ്മിൻ, നീ ഒന്ന് അടിച്ചു നോക്ക്. ആന്റി, എടി, പാർവതി മണി അടിച്ചിട്ട് ഷോക്ക് ഏറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നീ ധൈര്യമായിട്ട് മണി അടിച്ചോ. വിശാലിനെ പാർവതിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടണേന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് മണിയടിച്ചോ. ഫലം എന്താവും നോക്കാലോ. ആന്റി, അവള് ചിലപ്പോ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടതാണെങ്കിലും ഞാൻ അടിക്കുമ്പോഴെങ്കിലും ഷോക്ക് ഏറ്റാലോ? ഒന്നും സംഭവിക്കില്ല. അതിൽ ഷോക്കൊന്നും ഇല്ല ജാസ്മിൻ. നീ പോയി മണിയടിക്കേ. എന്താണ് രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? ജാസ്മിനെ, രണ്ടും കൽപ്പിച്ച് നീയൊന്ന് അടിച്ചു നോക്ക്. ജാസ്മിൻ, മണി അടിക്ക്. ഇതുവരെ വന്നിട്ട് മണി അടിക്കാതെ പോകുന്നത് ശരിയാണോ ജാസ്മിൻ? മണിയടിക്ക് ജാസ്മിൻ. ജാസ്മിൻ, വാ. മണിയടി, മണിയടി. അടിക്ക്. അടിക്ക് ജാസ്മിൻ. മണി അടിക്ക്. ജാസ്മിൻ, പാർവതി, അബദ്ധമൊന്നും കാണിക്കരുത്. മണിയടി, മണിയടി. ചേച്ചി, ദേ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. തെക്കേ പറമ്പിൽ മാവ് മുറിക്കാൻ മരം വെട്ടുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ പന്തലും കസരയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനൊരു മരണവീട്ടിൽ എന്തൊക്കെ വേണമോ അതെല്ലാം അറേഞ്ച്ഡാണ്. പക്ഷെ കാര്യം എന്താണെന്ന് മാത്രം ആരോടും പറഞ്ഞിട്ടില്ല. സമയാവട്ടെ, അപ്പൊ അറിയിക്കാം. പ്രതാപ, നീ വളരെ ഫാസ്റ്റ് ആണല്ലോടാ. അവള് ചത്തോ ഇല്ലയോന്ന് അറിയുന്നതിന് മുമ്പേ നീ എല്ലാം ഏർപ്പാടാക്കിയല്ലോ. അവളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന ഉടനെ അത് കത്തിച്ച് ചാരമാക്കി കളയണം. അതാണ് എന്റെ മനസ്സിൽ. അധികം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പാർവതിയുടെ ശവദാഹം എത്രയും പെട്ടെന്ന് കഴിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ മരണവും ആഘോഷിക്കാമല്ലോ. എന്തായാലും അവള് ചാകൂന്നുറപ്പാ. ആ ഉറപ്പ് തന്നിട്ടാണല്ലോ ജാസ്മിനും പോയത്. അല്ലേച്ചി, ഇതിനകം അമ്പലത്തിൽ നിന്ന് വിളി വല്ലതും വന്നായിരുന്നോ? ഇല്ല പ്രതാപ, ഞാനും അവിടുന്നുള്ള കോള് വെയിറ്റ് ചെയ്യാ. അവള് ചത്തു എന്നറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാ ഞാനും. അല്ല, അതിനുവേണ്ടി ഇനി അധികം കാത്തിരിക്കേണ്ടി വരും തോന്നില്ല.
എന്തൊക്കെയായിരുന്നു അവളുടെ അഹങ്കാരവും മനോവിചാരവും. ഇന്ന് അതെല്ലാം പട്ടടയിൽ എരിഞ്ഞു തീരും. ചേച്ചി അങ്ങോട്ട് നോക്കി. ജാസ്മിൻ നിൽക്കുന്ന എന്തു പണി? പൗർണമി ദേവി ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക നേർച്ചയുണ്ട്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് അവിടുത്തെ ഒരു മണി ഒരു പ്രാവശ്യം അടിച്ചാ ആ മണി 3 പ്രാവശ്യം ശബ്ദിക്കും. അങ്ങനെ 3 തവണ ശബ്ദിച്ച ആഗ്രഹിച്ച കാര്യം സാധിക്കും. ഇല്ലെങ്കിൽ ആഗ്രഹ നിവൃത്തി ഉണ്ടാവില്ല. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ജാസ്മിൻ, ജാസ്മിൻ മണിയടിച്ചോ? ആദ്യം മണിയടിച്ചത് പാർവതിയും ഞാനും. ഞങ്ങൾ ഒരു മണി അടിച്ചപ്പോ അത് 3 തവണ കൃത്യമായി ശബ്ദിച്ചു. അത് കണ്ടപ്പോ ജാസ്മിനും വാശിയായി. ജാസ്മിനും ആ മണി അടിച്ചു. പക്ഷേ സംഭവിച്ചത് ദേ ഇതാ. ഞാനായിട്ട് ആ മണി അടിച്ചതൊന്നുമല്ല. ഈ സുശീലന്റെയും ഇവരൊക്കെ കൂടി നിർബന്ധിച്ച് എന്നെ കൊണ്ട് മണി അടിപ്പിക്കായിരുന്നു. എന്തൊക്കെ ഈ പറയുന്ന? മണി അടിച്ച ഈ ഗതി വരുമോ? ആ മണിയിലെ ഷോക്ക് ഉണ്ടായിരുന്നു. ജാസ്മിൻ അത് അടിച്ചപ്പോ ജാസ്മിന് ഷോക്കേറ്റു. അങ്ങനെ ഒരുവിധം തലനാരിഴ വ്യത്യാസത്തിലാ ജാസ്മിൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ജാസ്മിനിപ്പോ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. സോറി ജാസ്മിൻ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ? നിനക്ക് ഒടുക്കത്തെ ആയുസാണല്ലോ പാർവതി. മുറിച്ച മുറികൂടുന്ന ജന്മമാണല്ലോ നീ. രക്ഷപ്പെടുമെന്ന് നീ കരുതണ്ട. ഇനി അവസരം വരും. അന്ന് ഞാൻ നിന്നെ കൊന്നിരിക്കും. ജാസ്മിന് നല്ല ക്ഷീണം കാണും. നന്നായിട്ട് വിശ്രമിച്ചാലേ അത് പെട്ടെന്ന് മാറൂ. ചൂട് വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ്. ചെല്ലു ജാസ്മിൻ.
ആരോ ചെയ്ത ദ്രോഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ആ പാവ. ജാസ്മിന് എന്തോ വലിയ കഷ്ടകാലം വന്നതാ. അതിങ്ങനെ അങ്ങ് നീങ്ങിയെന്ന് കരുതിയാൽ മതി. എന്തായാലും ജാസ്മിന് വേണ്ടി ഞാൻ ഉദയന്നൂരമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശാൽ സർ വരൂ.